നമസ്കാരം. ഇറാൻ-ഇസ്രായേൽ യുദ്ധസമയത്ത് ലോകം മുഴുവൻ കണ്ടതാണ് ഹോർമൂസ് കടലിടുക്കിന്റെ ശക്തിയും പ്രാധാന്യവും. യുദ്ധസമയത്ത് ഇറാൻ ഹോർമൂസ് കടലിടുക്ക് അടച്ചുപൂട്ടിയപ്പോൾ ആഗോള എണ്ണ വിപണി വിറങ്ങലിച്ചു. എണ്ണവില കുതിച്ചുയർന്നു. ആഗോള വ്യാപാരത്തിന്റെ പ്രധാന നാഡീഞരമ്പുകൾ അപ്രതീക്ഷിതമായി തകരുമ്പോൾ ലോകം എത്രത്തോളം ദുർബലമാണെന്ന് അന്ന് നാം കണ്ടു. ഈ പാഠം ഉൾക്കൊണ്ട് ഭാരതം ഇന്ന് വലിയൊരു തന്ത്രപരമായ നീക്കത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഹോർമൂസ് കടലിടുക്കിന് ബദലൊരുക്കാൻ ഭാരതവും ഇന്തോനേഷ്യയും കൈകോർക്കുകയാണ്. ഇത് ഏഷ്യയിലെ ചൈനീസ് കുതന്ത്രങ്ങൾക്കുള്ള അന്തിമമായ മറുപടി കൂടിയാണ്. മലാക്ക കടലിടുക്കിലേക്കുള്ള പ്രവേശന കവാടത്തിലാണ് ഈ നീക്കം നടക്കുന്നത്. ഇന്ത്യയിലെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ ഇന്ദിര പോയിന്റിൽ നിന്ന് വെറും 100 മൈൽ അകലെയാണ് സബാങ് തുറമുഖം. ഇന്ത്യയുടെയും ഇന്തോനേഷ്യയുടെയും ഈ നീക്കം ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചൈനീസ് കുതന്ത്രങ്ങളെ എന്നത്തേക്കുമായി തടയാൻ സഹായിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്റോയും നടത്തിയ ചർച്ചയിലാണ് സബാങ് തുറമുഖം സംയുക്തമായി വികസിപ്പിക്കാനും ആധുനികവൽക്കരിക്കാനും കരാറിൽ ഒപ്പുവെച്ചത്. മലാക്ക കടലിടുക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തെയും ദക്ഷിണ ചൈന കടലിനെയും ബന്ധിപ്പിക്കുന്നു. ആഗോള വ്യാപാരത്തിന്റെ 25% ഇതിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ പാത ഭാരതത്തിന്റെ സാമ്പത്തികവും തന്ത്രപരവുമായ ജീവനാഡിയാണ്. നമ്മുടെ പൂർവികർ കടലിനെ കണ്ടിരുന്നത് സമൃദ്ധിയുടെയും സംസ്കാരത്തിന്റെയും വാതിലായാണ്. 11ാം നൂറ്റാണ്ടിൽ രാജേന്ദ്ര ചോളന്റെ നാവികപ്പട തെക്കുകിഴക്കൻ ഏഷ്യയിൽ ചെന്നിറങ്ങിയപ്പോൾ അതൊരു അധിനിവേശമായിരുന്നില്ല, വാണിജ്യ ബന്ധങ്ങളുടെ സുരക്ഷയായിരുന്നു. ഇന്ന് അതേ ചരിത്രം വീണ്ടും ആവർത്തിക്കപ്പെടുകയാണ്. സബാങ് തുറമുഖത്ത് ഭാരതം ചുവടുവെക്കുമ്പോൾ അത് രാജേന്ദ്ര ചോളന്റെ അതേ പാതയിലൂടെ ഭാരതത്തിന്റെ അഭിമാനം വീണ്ടും വാനോളം ഉയർത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അന്നത്തെ ആ പഴയ കപ്പൽപാതകൾ ഇന്ന് അസ്ത്ര മിസൈലുകളും നാവിക കപ്പലുകളും കാത്തുസൂക്ഷിക്കുന്ന പുതിയ ഭാരതത്തിന്റെ സുരക്ഷാ പാതകളായി മാറുകയാണ്. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ കറാച്ചി തുറമുഖം തകർത്തെറിഞ്ഞപ്പോൾ ഭാരതീയ നാവികസേനയുടെ കരുത്ത് ലോകം കണ്ടു. ഓപ്പറേഷൻ ട്രൈഡന്റ് ഒരു തുടക്കം മാത്രമായിരുന്നു. ഇന്ന് നമ്മുടെ സേന വളർന്നത് ഒരു പ്രാദേശിക സേനയിൽ നിന്ന് ആഗോള ശക്തിയിലേക്കാണ്. INS വിക്രാന്ത് എന്ന തദ്ദേശീയ വിമാന കപ്പലുകളും ആണവായുധം വഹിക്കാൻ ശേഷിയുള്ള INS അരിഹന്തും നമ്മുടെ കരുത്ത് വിളിച്ചോതുന്നു. ചൈനയുടെ മുങ്ങിക്കപ്പലുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നുഴഞ്ഞു കയറുന്നത് തടയാൻ ഇന്ന് നമുക്ക് നൂതനമായ റഡാർ ശൃംഖലകളും സാറ്റലൈറ്റ് സംവിധാനങ്ങളും ഉണ്ട്. 1971 കറാച്ചിയിൽ തുടങ്ങിയ ജൈത്രയാത്ര ഇന്ന് സബാങ് തുറമുഖത്ത് ഭാരതത്തിന്റെ പതാക ഉയർത്തുന്നതിൽ എത്തി നിൽക്കുന്നു. പ്രധാനമന്ത്രി മോദിയുടെ വിദേശ നയം എല്ലാവരെയും ഒപ്പം നിർത്തുക എന്നാൽ സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കുക എന്നതാണ്. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്റോയുമായുള്ള കൂടിക്കാഴ്ച ഏഷ്യൻ മേഖലയിലെ അധികാര സമവാക്യങ്ങൾ മാറ്റിയെഴുതി. സബാങ് കരാറും പ്രതിരോധ കൈമാറ്റങ്ങളും മോദിയുടെ ദീർഘവീക്ഷണത്തിന്റെ ഫലം കൂടിയാണ്. ലോക നേതാക്കൾ ഇന്ന് ഇന്ത്യയെ നോക്കുന്നത് ഒരു വൻ ശക്തിയായാണ്. നമ്മുടെ സാമ്പത്തിക വളർച്ചയും ശക്തമായ നയതന്ത്ര ഇടപെടലുകളും ഇന്ത്യയെ ലോകത്തിന്റെ വഴികാട്ടിയാക്കി മാറ്റിയിരിക്കുന്നു. അസ്ത്ര മിസൈലുകൾക്ക് വേണ്ടി ഇന്തോനേഷ്യ ക്യൂ നിൽക്കുന്നത് നമ്മുടെ ശാസ്ത്രീയ മുന്നേറ്റത്തിന്റെ അടയാളം കൂടിയാണ്. ബിയോണ്ട് വിഷ്വൽ റേഞ്ച് സാങ്കേതിക വിദ്യയിൽ ശബ്ദത്തിന്റെ 4 ഇരട്ടി വേഗതയിൽ കുതിക്കുന്ന അസ്ത്ര ശത്രുവിനെ ഒളിച്ചിരിക്കാൻ പോലും അനുവദിക്കില്ല. ഇന്ത്യയിൽ നിർമ്മിച്ച ഒരു ആയുധം മറ്റൊരു രാജ്യത്തിന്റെ പ്രതിരോധത്തിന്റെ നട്ടെല്ലാവുമ്പോൾ അത് ആത്മനിർഭർ ഭാരത് എന്ന സ്വപ്നത്തിന്റെ സാക്ഷാത്കാരം കൂടിയാണ്. ബാലി ദ്വീപിലെ തെരുവുകളിൽ രാമായണവും മഹാഭാരതവും നിറഞ്ഞു നിൽക്കുന്നു. ഗരുഡ വിമാന കമ്പനിയും ഹിന്ദു പൈതൃകവും തമ്മിലുള്ള ഇന്തോനേഷ്യയും ഭാരതവും തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധം വിളിച്ചോതുന്നു. ഈ സാംസ്കാരിക ഐക്യം ഇത്രയും കാലം നിലനിന്നതുകൊണ്ടാണ് ഇന്ന് സുരക്ഷാ കാര്യങ്ങളിലും സാങ്കേതിക കാര്യങ്ങളിലും നമ്മൾ അത്രയും വേഗത്തിൽ ഒന്നായത്. ചരക്ക് നീക്കം സുഗമമാക്കുമ്പോൾ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില നിയന്ത്രണത്തിലാകും. പ്രതിരോധ നിർമ്മാണ രംഗത്തെ കുതിച്ചുചാട്ടം യുവാക്കൾക്ക് വലിയ തൊഴിലവസരങ്ങൾ നൽകുന്നു. ലോകത്തിന്റെ പവർ ഗെയിമിൽ ഭാരതം ഉയരുമ്പോൾ നമ്മൾ ഓരോരുത്തരും അഭിമാനത്തോടെ തല ഉയർത്തുന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം ലോക രാഷ്ട്രീയത്തിൽ ഇന്ത്യക്ക് നൽകുന്നത് സമാനതകളില്ലാത്ത മുൻതൂക്കമാണ്. സബാങ് തുറമുഖവുമായുള്ള സഹകരണത്തിലൂടെ മലാക്ക കടലിടുക്കിലെ ഗതാഗതം നിരീക്ഷിക്കാൻ ഭാരതത്തിന് ലഭിക്കുന്ന അവസരം കേവലം ഒരു നാവിക താവളത്തിന്റെ നിർമ്മാണമല്ല, ഈ മേഖലയിലെ സീ പവർ സമവാക്യങ്ങളെ തന്നെ മാറ്റിമറിക്കുന്ന ഒന്നാണ്. ആധുനിക യുദ്ധതന്ത്രങ്ങളിൽ കടൽ തീരങ്ങളിലെ തുറമുഖങ്ങൾ വെറും ചരക്ക് നീക്കത്തിലുള്ള കേന്ദ്രങ്ങളല്ല, രാജ്യത്തിന്റെ സുരക്ഷാ അതിരുകൾ കൂടിയാണ്. ചരിത്രപരമായി നോക്കിയാൽ ലോകത്തിലെ വൻശക്തികളെല്ലാം തന്നെ തങ്ങളുടെ നാവിക സാന്നിധ്യം ഉറപ്പാക്കാൻ ലോകത്തിന്റെ പല കോണുകളിൽ തുറമുഖങ്ങൾ സ്വന്തമാക്കിയിരുന്നു. എന്നാൽ ഇന്ത്യ ഇന്ന് സബാങ്ങിലൂടെ ചെയ്യുന്നത് സമാധാനപരമായ സഹകരണത്തിന്റെ പാതയിൽ ഒരു സുരക്ഷാ കവചം തീർക്കുകയാണ്.
ചൈനയുടെ സ്ട്രിംഗ് ഓഫ് പേൾസ് എന്ന പദ്ധതി പ്രകാരം അവർ നിർമ്മിച്ച പല തുറമുഖങ്ങളും ഇന്ന് കടക്കെണിയിലായ രാജ്യങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ ഇന്ത്യയുടെ സബാങ് മോഡൽ അങ്ങനെയല്ല. അത് ഇന്തോനേഷ്യയുമായുള്ള ഉഭയകക്ഷി കരാറിലൂടെ ഇരു രാജ്യങ്ങളുടെയും പരസ്പര വളർച്ചയ്ക്കും സുരക്ഷയ്ക്കും വേണ്ടി രൂപകൽപ്പന ചെയ്തതാണ്. ഇവിടെ ചൈനീസ് കടന്നുകയറ്റത്തെ തടയുക എന്നതിനപ്പുറം ആഗോള വ്യാപാര പാതയിലൂടെ സുരക്ഷിതത്വം ഉറപ്പാക്കുക എന്നതാണ് ഇന്ത്യയുടെ ലക്ഷ്യം. മലാക്ക കടലിടുക്കിലൂടെ പ്രതിദിനം 100 കണക്കിന് കപ്പലുകൾ കടന്നു പോകുന്നുണ്ട്. അവയിൽ എണ്ണ ടാങ്കുകൾ മുതൽ ചരക്ക് കപ്പലുകൾ വരെ ഉൾപ്പെടുന്നു. ഈ പാതയിൽ ഒരു ചെറിയ തടസ്സമുണ്ടായാൽ പോലും അത് ഇന്ത്യയുടെയും തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുടെയും സമ്പദ് വ്യവസ്ഥയെ ബാധിക്കും. സബാഗിലെ നിരീക്ഷണ സംവിധാനങ്ങൾ ഉപയോഗിച്ച് കപ്പലുകളുടെ നീക്കം, കടൽ കൊള്ളക്കാരുടെ സാന്നിധ്യം, അസ്വാഭാവികമായ സമുദ്ര പ്രവർത്തനങ്ങൾ എന്നിവ തത്സമയം കണ്ടെത്താൻ നമുക്ക് സാധിക്കും. ഇത് ഇന്ത്യൻ നാവികസേനയ്ക്ക് പസഫിക് സമുദ്രം വരെ നീളുന്ന നിരീക്ഷണ പരിധി നൽകുന്നു. ഒരു വലിയ സമുദ്ര ശക്തിയായി ഭാരതം വളരുമ്പോൾ സബാങ് എന്നത് നമ്മുടെ ആഗോള സ്വാധീനത്തിന്റെ ഏറ്റവും ശക്തമായ കണ്ണിയായി മാറും. ഭാവിയിൽ സമുദ്ര സുരക്ഷാ സഹകരണത്തിനായി കൂടുതൽ രാജ്യങ്ങൾ ഇന്ത്യയുടെ സഹായം തേടി വരുമ്പോൾ അതിന്റെ തുടക്കമായി സബാങ് കരാർ ചരിത്രത്തിൽ രേഖപ്പെടുത്തും. നമ്മുടെ ഈ നീക്കം പ്രദേശം മുഴുവൻ സുരക്ഷിതമാക്കുന്നതിനും ചൈനയുടെ ഏകപക്ഷീയമായ അധീശത്വത്തിന് തടയിടുന്നതിനും സഹായിക്കും. പ്രതിരോധ ഗവേഷണത്തിൽ ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങൾ ലോകം അത്ഭുതത്തോടെയാണ് നോക്കിക്കാണുന്നത്. അസ്ത്ര എയർ ടു എയർ മിസൈൽ സിസ്റ്റം എന്നത് വെറുമൊരു ആയുധമല്ല, അതൊരു സ്മാർട്ട് വെപ്പൺ ആണ്. പണ്ട് വിദേശ നിർമ്മിത മിസൈലുകൾക്കായി ആശ്രയിച്ചിരുന്ന നാം ഇന്ന് സ്വന്തമായി നിർമ്മിച്ച അസ്ത്രയിലൂടെ ലോകവിപണിയിൽ ആധിപത്യം സ്ഥാപിക്കാൻ ഒരുങ്ങുകയാണ്. ഇതിന്റെ സാങ്കേതിക വശങ്ങൾ പരിശോധിച്ചാൽ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ആക്റ്റീവ് റഡാർ സീക്കർ സംവിധാനം ശത്രുവിനെ കൃത്യമായി പിന്തുടരാനും തകർക്കാനും ശേഷിയുള്ളതാണ്. മിസൈൽ വിക്ഷേപിച്ച ശേഷം അത് ലക്ഷ്യത്തിലേക്ക് കുതിക്കുന്നത് സ്വയം നിയന്ത്രിതമായിട്ടാണ്. ഇതിനായി ഉപയോഗിച്ചിരിക്കുന്ന ആധുനിക സെൻസറുകൾക്ക് ശത്രുവിന്റെ ഇലക്ട്രോണിക് ജാമറുകളെയും അതിജീവിക്കാൻ കഴിയും. വായുവിൽ വെച്ച് ലക്ഷ്യം മാറുന്നതനുസരിച്ച് മിസൈലിന്റെ ദിശ മാറ്റാനുള്ള കഴിവ് അസ്ത്രയെ മറ്റുള്ളവയിൽ നിന്ന് വേറിട്ട് നിർത്തുന്നു. ഇന്തോനേഷ്യയ്ക്ക് നമ്മൾ നൽകുന്ന ഈ മിസൈലുകൾക്ക് അവരുടെ യുദ്ധവിമാനങ്ങളുടെ കരുത്ത് ഇരട്ടിയാക്കാൻ കഴിയും. ഇത് ഇന്ത്യയുടെ DRDO ശാസ്ത്രജ്ഞരുടെ വിയർപ്പിന്റെയും ബുദ്ധിയുടെയും ഫലമാണ്. സാങ്കേതികമായി അസ്ത്രയ്ക്ക് 100 കിലോമീറ്ററിലധികം ദൂരത്തേക്ക് കൃത്യതയോടെ പറക്കാൻ കഴിയും. ഇത് ശത്രു വിമാനങ്ങൾക്ക് നമ്മുടെ അതിർത്തികൾക്കുള്ളിൽ പ്രവേശിക്കാൻ പോലും അവസരം നൽകാതെ തിരിച്ചടിക്കാൻ ഇന്ത്യയെ സഹായിക്കും. ഈ ആയുധ കൈമാറ്റം വഴി ഇന്ത്യയുടെ പ്രതിരോധ സാങ്കേതിക വിദ്യയുടെ ഗുണമേന്മ അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെടുകയാണ്. ഇത് ഭാവിയിൽ കൂടുതൽ രാജ്യങ്ങളിലേക്ക് നമ്മുടെ മിസൈലുകൾ എത്തിക്കാൻ വഴിയൊരുക്കും. അസ്ത്രയുടെ ഈ വിജയം വെറുമൊരു വിജയമല്ല, അത് ഇന്ത്യയുടെ ഡിഫൻസ് ഗവേഷണത്തിന്റെ ആത്മവിശ്വാസമാണ്. സ്വന്തം സാങ്കേതികതയിൽ ആത്മവിശ്വാസമുള്ള ഒരു രാജ്യം എന്ന നിലയിൽ ആയുധങ്ങളുടെ കാര്യത്തിൽ മറ്റാരെയും ആശ്രയിക്കാതെ മുന്നേറാൻ ഭാരതത്തിന് ഇന്ന് കഴിയുന്നുണ്ട്. ഇത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയ്ക്കും വലിയൊരു മുതൽക്കൂട്ടാണ്. പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുമ്പോൾ അത് ലക്ഷക്കണക്കിന് യുവാക്കൾക്ക് ഉന്നത സാങ്കേതിക തൊഴിലവസരങ്ങൾ നൽകുന്നു. അസ്ത്ര പോലുള്ള മിസൈലുകൾ വികസിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന അറിവ് ഭാവിയിൽ ബഹിരാകാശ ഗവേഷണങ്ങൾക്കും സിവിലിയൻ സാങ്കേതിക വിദ്യകൾക്കും ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കും. ആയുധം വിൽക്കുന്ന രാജ്യമായി ഇന്ത്യ മാറുന്നത് ആഗോള നയതന്ത്രത്തിൽ നമുക്ക് ലഭിക്കുന്ന വലിയൊരു സ്വാധീനമാണ്. ലോകത്തിലെ സമാധാനപരമായ ആയുധ വിതരണത്തിന് ഇന്ത്യ നേതൃത്വം നൽകുന്നു എന്നതിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. അസ്ത്രയുടെ ഗർജനം ഇനിയും പല രാജ്യങ്ങളുടെ ആകാശങ്ങളിൽ മുഴങ്ങുമെന്നത് ഉറപ്പാണ്. ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് പ്രക്രിയയെ വിമർശിച്ചവർക്കുള്ള മറുപടിയാണ് ഇന്തോനേഷ്യയുടെ തീരുമാനം. നമ്മുടെ EVM സാങ്കേതിക വിദ്യ ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ ഒന്നാണെന്ന് അവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ആയിരക്കണക്കിന് ദ്വീപുകളുള്ള ഇന്തോനേഷ്യയിൽ തിരഞ്ഞെടുപ്പ് സുഗമമാക്കാൻ ഇന്ത്യയുടെ EVM മെഷീനുകൾ ഒരു അനുഗ്രഹമായി മാറും. സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ ഭാരതം ലോകത്തിലെ വലിയ ശക്തിയായി മാറിക്കഴിഞ്ഞു. ഇന്ത്യയുടെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ സാങ്കേതിക വിദ്യ ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ തെരഞ്ഞെടുപ്പ് രീതികളിലൊന്നാണ്. ഇതിന്റെ ഉള്ളിലുള്ള പ്രോഗ്രാമിംഗ് കോഡുകൾ അതീവ സുരക്ഷിതമാണ്. ഓരോ മെഷീനും ഓരോ പ്രത്യേക ഭരണാധികാരിയുടെ കീഴിൽ മാത്രമേ പ്രവർത്തിക്കൂ. ഒരു വോട്ടിംഗ് മെഷീനിൽ നിന്ന് മറ്റൊരു മെഷീനിലേക്ക് വിവരങ്ങൾ ചോർത്താനോ കൈമാറാനോ കഴിയില്ല. ഇതൊരു സ്റ്റാൻഡ് അലോൺ സിസ്റ്റമാണ്. അതായത് ഇന്റർനെറ്റുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല. ഇന്റർനെറ്റുമായി ബന്ധമില്ലാത്തത് കൊണ്ട് തന്നെ ഹാക്കിങ്ങിന് സാധ്യതയുമില്ല. ഇന്തോനേഷ്യ പോലുള്ള വലിയ ദ്വീപ് രാജ്യങ്ങൾ EVM കൊണ്ടുവരുന്നത് തെരഞ്ഞെടുപ്പ് ചെലവ് കുറയ്ക്കാനും ഫലപ്രഖ്യാപനം മണിക്കൂറുകൾക്കുള്ളിൽ നടത്താനും സഹായിക്കും. ബാലറ്റ് പേപ്പർ രീതിയിൽ നിന്ന് ഇലക്ട്രോണിക് വോട്ടിംഗിലേക്ക് മാറുമ്പോൾ വോട്ടർമാർക്ക് ലഭിക്കുന്നത് സുതാര്യമായ ഒരു തെരഞ്ഞെടുപ്പാണ്. ഇന്ത്യയിലെ ഓരോ ബൂത്തിലും നടക്കുന്ന തെരഞ്ഞെടുപ്പ് അങ്ങേയറ്റം സുരക്ഷിതമാണെന്ന് തെളിയിക്കുന്നതാണ് നമ്മുടെ ഈ സാങ്കേതിക വിദ്യ. ഇന്തോനേഷ്യൻ അധികൃതർക്ക് ഇതിന്റെ പ്രവർത്തന രീതികൾ പഠിപ്പിക്കാനും പരിശീലനം നൽകാനും നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സജ്ജമാണ്. വോട്ടെടുപ്പ് തട്ടിപ്പുകൾ ഒഴിവാക്കാനും കൃത്യമായ വോട്ട് രേഖപ്പെടുത്താനും ഇത് സഹായിക്കും. ഈ സാങ്കേതിക വിദ്യയുടെ കൈമാറ്റം വഴി ലോകത്തിന്റെ ജനാധിപത്യ രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ സ്ഥാനം ഒന്നുകൂടി ഉയരും. നമ്മുടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരുടെ മിടുക്ക് തന്നെയാണ് ഈ മെഷീനുകളുടെ വിജയത്തിന് പിന്നിൽ. ഇന്തോനേഷ്യയിൽ നിന്ന് ഇത് വിജയകരമായി നടപ്പിലാക്കുമ്പോൾ മറ്റ് തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളും ഇന്ത്യയുടെ പക്കൽ നിന്ന് EVM തേടി വരും. ഇത് ഇന്ത്യയുടെ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ വലിയൊരു വിജയമാണ്.
തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഇന്ത്യ കാണിക്കുന്ന ഈ സുതാര്യത ലോകത്തിൻ്റെ വികസ്വര രാജ്യങ്ങൾക്ക് ഒരു വലിയ പാഠം കൂടിയാണ്. ജനാധിപത്യം എന്നത് വെറും വോട്ടിംഗ് മാത്രമല്ല, അത് വോട്ടറുടെ വിശ്വാസം സംരക്ഷിക്കുക കൂടി ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. ആ വിശ്വാസമാണ് നമ്മുടെ EVMകൾ ഓരോ വോട്ടിലൂടെയും ഉറപ്പു നൽകുന്നത്. സാങ്കേതികവിദ്യയുടെ ഈ നേട്ടം ഇന്തോനേഷ്യക്ക് നൽകുന്നത് അവിടെയുള്ള ജനങ്ങൾക്ക് വോട്ടെടുപ്പിനുള്ള താല്പര്യം വർദ്ധിപ്പിക്കും. വോട്ടിംഗ് ശതമാനം ഉയർത്താൻ ഇത് സഹായിക്കും. ഇന്ത്യ ഇന്ന് ജനാധിപത്യത്തിൻ്റെ വിശ്വഗുരുവായി മാറിക്കഴിഞ്ഞു. നമ്മുടെ തെരഞ്ഞെടുപ്പ് രീതികൾ ലോകം അനുകരിക്കുമ്പോൾ അത് ഭാരതത്തിൻ്റെ വലിയൊരു നേട്ടമായി കണക്കാക്കാം. ഭാവിയിൽ കൂടുതൽ രാജ്യങ്ങൾ ഇന്ത്യയുടെ ഈ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് തങ്ങളുടെ തെരഞ്ഞെടുപ്പുകൾ നടത്തും. ജനാധിപത്യ മൂല്യങ്ങൾ ലോകമെമ്പാടും പടർത്താൻ നമ്മുടെ EVM സഹായകമാവും. ചുരുക്കത്തിൽ, ചൈനീസ് അധീശത്വം അവസാനിക്കുന്നു, ഭാരതത്തിൻ്റെ പുതിയ ഉദയം തുടങ്ങുന്നു. നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണവും നമ്മുടെ ശാസ്ത്രജ്ഞരുടെ കഠിനാധ്വാനവും ചേരുമ്പോൾ വരാനിരിക്കുന്ന ദശകം തീർച്ചയായും നമ്മുടേതാണ്. ഭാരതം ഇനി ലോകത്തിൻ്റെ വാണിജ്യപാതകളെയും സുരക്ഷയും നിയന്ത്രിക്കുന്ന ഒരു പുതിയ ശക്തിയാണ്. വരും വർഷങ്ങളിൽ ഭാരതം ലോകത്തിൻ്റെ നെറുകയിലെത്തുമ്പോൾ സംശയമില്ല, ഈ വിജയയാത്രയിൽ നമ്മൾ ഒന്നിച്ചു മുന്നേറുന്നു. വരും വർഷങ്ങളിൽ ഭാരതം ലോകത്തിൻ്റെ നെറുകയിലെത്തുമെന്നതിൽ സംശയമില്ല. ഈ വിജയയാത്രയിൽ നമ്മൾ ഒന്നിച്ചു മുന്നേറുന്നു ഒരു വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക്. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.